പ്രേക്ഷകരെ, ഒരു വലിയ വാർത്തയിലൂടെ തന്നെ നമ്മൾ ഈ മണിക്കൂർ തുടങ്ങുകയാണ്. സമസ്തയിലെ ലയനം അനിവാര്യമാണെന്ന് പറയുന്നു SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ. മുസ്ലിം ലീഗിന് ലയനം സാധ്യമാക്കാൻ കഴിയും. സുന്നികൾക്കിടയിലെ ലയനത്തിനായി ലീഗ് മധ്യസ്ഥത വഹിക്കണം. AK വിഭാഗങ്ങൾക്കിടയിലുള്ളത് സംഘടനാപരമായ പ്രശ്നം മാത്രമാണെന്നും ഇരു വിഭാഗവും ലയനം ആഗ്രഹിക്കുന്നുണ്ടെന്നും മുസ്തഫ മുണ്ടുപാറ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം ആദ്യം. സുന്നി പ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു സുന്നി ഐക്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സുന്നികളിൽ ബഹുഭൂരിഭാഗവും. അതായത് ആ വ്യത്യസ്തമായ സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. സംഘടനാപരമായി അടിസ്ഥാനപരമായി ഈ പറഞ്ഞ സമസ്തയുടെയും മറുപക്ഷത്തിൻ്റെയും ഇരുപക്ഷത്തിൻ്റെയും അടിസ്ഥാന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഒന്നാണ്. ഈ രണ്ട് പക്ഷത്തുള്ള സുന്നികൾക്ക് സമസ്തക്കാർക്ക് പുറമെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്നൊരു ചെറിയൊരു സംഘടനയാണെങ്കിലും ആ സംവിധാനമുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപരമായി ഒരേ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഉള്ള ആളുകളാണ്. ശരിക്ക് മുസ്ലിം ലീഗിന് ഇത് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് യോജിപ്പിക്കാൻ കഴിയും. മുസ്ലിം ലീഗിന് കൂടുതൽ അതിനെ യോജിപ്പിക്കാൻ കഴിയും മുസ്ലിം ലീഗിനാണ്. ഇപ്പോൾ മുജാഹിദുകൾക്കിടയിൽ തർക്കമുണ്ടായത് യോജിപ്പുണ്ടാക്കിയത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ്. അതും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് സമുദായത്തിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ, ഒരുമ ഉണ്ടാക്കാനായി നേതൃപരമായ പങ്കുവയ്ക്കാൻ മുസ്ലിം ലീഗിന് കഴിയും. പ്രസാദ് ഉരുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞതുപോലെ പലർക്കും, സുന്നി വിഭാഗത്തിലെ തന്നെ പലർക്കും ഒരു ഒത്തുചേരലിനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അറിയാം, അതിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീരും, വീണ്ടും പ്രശ്നമുണ്ടാകും. അതായത് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തു നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങുന്നതാണ് സാധാരണ സമസ്തയിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് മുസ്തഫ മുണ്ടുപാറയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം? ഒരു ലയനം സാധ്യമാകുമോ? സേതുലക്ഷ്മി, സമസ്ത രൂപീകരണത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതിൻ്റെ ആഘോഷ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ AK വിഭാഗങ്ങൾ തമ്മിലുള്ള ലയനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഒരുപാട് മുന്നോട്ട് പോയിരുന്നു. അത് ഒരു ഘട്ടത്തിൽ പിന്നീട് നിലയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടിയാണ് മുസ്തഫ മുണ്ടുപാറ സൂചിപ്പിക്കുന്നത്. ആ ലയന ചർച്ച പുനരാരംഭിക്കണമെന്നും അതിന് മുസ്ലിം ലീഗിന് തന്നെയാണ് ആ ലയനം സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അന്നും ആ ലയന ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അദ്ദേഹം കൂടി മുൻകൈ എടുത്തുകൊണ്ട് വീണ്ടും ഇതിനെ ഈ ലയനം സാധ്യമാക്കുന്ന തരത്തിലേക്ക് ലയന ചർച്ചകൾ നടക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് വിഭാഗങ്ങൾക്കും ലയനം ആഗ്രഹിക്കുന്നുണ്ട്. സുന്നി പ്രവർത്തകർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നു. അതിനുള്ള നടപടികൾ വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരുപക്ഷെ സമസ്തയുടെ 100ാം വാർഷിക സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിട്ട് തന്നെ വേണം നമ്മൾ ഇതിനെ കാണുന്നതിന്. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം കൂടിയുണ്ട്. നേരത്തെ മുജാഹിദ് വിഭാഗത്തിലുണ്ടായിരുന്ന ഒരു ഭിന്നത, അതിൽ ഹുസൈൻ മടവൂരും AT അബ്ദുള്ള കോയ മുസ്ലിയാരും തമ്മിലുള്ള ഒരു ഭിന്നത ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചത് മുസ്ലിം ലീഗ് ഇടപെട്ടുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. ഈ കാര്യത്തിലും മുസ്ലിം ലീഗ് മുൻകൈ എടുത്താൽ ആ പ്രശ്നം പരിഹരിക്കും. സുന്നികളുടെ ലയനം, AK വിഭാഗങ്ങൾ തമ്മിലുള്ള ലയനം വളരെ വേഗത്തിൽ സാധ്യമാക്കുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. സുന്നികളുടെ ഐക്യം അല്ലെങ്കിൽ അവരുടെ ലയനം അനിവാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു ലയന ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ വിഭാഗത്തെ നയിക്കുന്ന ഒരാളാണ്. AK വിഭാഗത്തിലാണെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സംസ്ഥാന അധ്യക്ഷനായി നിൽക്കുന്നത്. അപ്പോൾ ഇവർ തരുന്ന ലയന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ആരായിരിക്കും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതെല്ലാം ചർച്ചകളിലൂടെ വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് മുസ്ലിം ലീഗിന്റെ അപ്പോൾ പ്രസാദ് ഉരുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.